അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജഡ്ജിയുടെ അടുത്ത് പേപ്പറെല്ലാം കൊടുത്തതിന് ശേഷം ജഡ്ജി ചോദിക്കുകയാണ്, ഇതിലേതാ പ്രതി ചന്ദ്രലേഖ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന പ്രതിയാണ് ചന്ദ്രലേഖ എന്ന് പറയേണ്ടത്. അതേസമയം വിജയശങ്കർ പറയുകയാണ്, നമസ്കാരം എന്ന് ചന്ദ്രലേഖയോട് പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രലേഖ, ഞാനാണ് ചന്ദ്രലേഖ, അഡ്വക്കേറ്റ് വിജയശങ്കറിൻ്റെ ഭാര്യയാണ് ഞാൻ. അതേപോലെ തന്നെയാണ് ഈ നിൽക്കുന്ന പോലീസുകാരൻ പെങ്ങളുടെ ഭർത്താവാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. ഞങ്ങൾക്ക് ജാമ്യം തന്നിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് പോകാമായിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ ജൂനിയർ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഇവർ എല്ലാം കുളമാക്കുമല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വിജയശങ്കറിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കേസിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെയാണോ പുറത്തുനിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് വേണ്ട എങ്ങോട്ടേക്ക് വരാൻ എന്ന് ജഡ്ജി ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ ജഡ്ജിയോട് മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ജഡ്ജി പറയുന്നുണ്ട്, വാദിഭാഗം കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്താണെന്നുള്ളത് തീരുമാനിക്കുക എന്ന് പറയണം. അതിനുശേഷം വിജയശങ്കർ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഇത് കള്ളക്കേസ് കുടുക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്, നേരത്തെ ഉള്ള പ്രതിയല്ല ഇത് എന്നെല്ലാം പറയണം കേട്ടോ. ജഡ്ജി പറയാണ്, പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, വാദിഭാഗം വക്കീൽ വരും എന്നെല്ലാം പറയണം കേട്ടോ. അതിന് മുമ്പ് തന്നെ ചന്ദ്രലേഖ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയണം. വിജയശങ്കർ ഇങ്ങനെ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ വാദിഭാഗം വക്കീൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അർച്ചനയും ദീപ്തിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. ഇവളെന്തിനപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചന്ദ്രയുടെ വിജയശങ്കറിൻ്റെ മുൻപിൽ വെച്ചിട്ട് അർച്ചന നന്നായിട്ട് പറയുകയാണ് കേട്ടോ, ഇവരെ പുറത്ത് വിട്ട് ജാമ്യം വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പൈസയും സ്വാധീനവും എല്ലാം ഉണ്ട്, ഇവരെ എന്ത് വേണമെങ്കിലും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, അതുകൊണ്ട് ഇവരെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് അർച്ചന വാദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ നന്നായിട്ട് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ ചന്ദ്രൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഓ വിജയേട്ട അവളുടെ മുമ്പിൽ കസറാണ്, അവളെന്തായാലും തോറ്റ് തുന്നം പാടും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, ഇവർ മുക്കുകൊണ്ട കേസിൽ ഇവർ എന്നെ മനഃപൂർവ്വം അവിടെ വന്നിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പലയിടത്ത് വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ എണിച്ച് പറയുന്നുണ്ട്, ഒബ്ജക്ഷനോ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ജഡ്ജി അവിടെ നിൽക്കുമോ, അവർ പറയട്ടെ എന്ന് ചോദിക്കണം. അതിനുശേഷം എനിക്ക് ഇവരോട് സംസാരിക്കണം എന്ന് പറയണം കേട്ടോ. പിന്നീട് നിങ്ങൾ റോൾഡ് ഗോൾഡ് വാങ്ങിക്കാറുണ്ടോ, നിങ്ങൾ ധരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഇല്ല എന്ന് ആദ്യം പറയും, പിന്നെ രണ്ട് മനസ്സോടെ കൂടിയിട്ട് അർച്ചനയുടെ മുൻപിൽ സമ്മതിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വളയോ എന്ന് ചോദിക്കുകയാണ്. അത് റോൾഡ് ഗോൾഡ് തന്നെയാണ് പറയും. ഇത്രയും പണവും സമ്പത്തും ഇരുള്ള ആൾ എന്തിനാണ് റോൾഡ് ഗോൾഡ് മേടിച്ച് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും. എനിക്കത് ചില ഇഷ്ടമായി കണ്ട് ഞാൻ ചോദിക്കുകയാണ്, വാങ്ങി ഉപയോഗിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതാണ് SS ഗോൾഡ് എന്നാണല്ലോ എല്ലാ പരിപാടികളും ചെയ്യുന്നത് എന്ന്. ഇവളിതിപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ ഒരു തരത്തിലും ജാമ്യം കിട്ടില്ല എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നിഷേധിക്കുകയാണ്. അർച്ചന പറയുന്നുണ്ട്, ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിന് പല പ്രശ്നവും വരും, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് തന്നെ അർച്ചന ജഡ്ജിയോട് നിർബന്ധമായിട്ടും പറയുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കറിനെ ഒന്നുപോലും സംസാരിക്കാൻ ജഡ്ജി വിടുന്നില്ല. പിന്നീട് ജഡ്ജി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ, 7 ദിവസത്തേക്ക് ഇവരെ റിമാൻഡിൽ വെക്കണം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാതെ തന്നെ വിജയശങ്കറും ചന്ദ്രയും കൂടിയിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചു പറയണം, ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റി എന്ന് പറയണം കേട്ടോ. പിന്നീട് വിജയശങ്കറിൻ്റെ മുമ്പിൽ വന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനഃപൂർവ്വമാണോ ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ ഇനി നാളെ തന്നെ കോടതിയിൽ പോയിട്ട് എന്താണ് പറഞ്ഞാൽ ഹൈക്കോടതി പോയിട്ട് കൊണ്ടുവന്ന് വരണം, ഞാൻ എങ്ങനെ അവിടെ കഴിയും, ഒരു ദിവസം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്നല്ല ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അച്ചു ചന്ദ്രയെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയതിന് ശേഷം വിജയശങ്കർ ഇങ്ങനെ ദീപ്തിയോട് ഇങ്ങനെ ഇറങ്ങി പറയണം കേട്ടോ. അവിടെ വന്ന് അടിച്ചതിന് സാക്ഷി പറഞ്ഞിരിക്കുന്നത് ദീപ്തിയാണ് കേട്ടോ, ഞാനാണ് അതിന് സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇറങ്ങി വരുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നീ എൻ്റെ ഭാര്യയെ ജയിലിലാക്കിയിട്ട് വലിയ ആളായിട്ട് നീ ഇവിടെയൊക്കെ ജോലി എടുക്കാനെന്ന് നീ ധരിക്കണ്ട, നിന്നെ ഞാനൊക്കെ കാണിച്ചു തരാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അർച്ചന കൂസാതെ എന്താ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അർച്ചന പോവുകയാണ് കേട്ടോ. പിന്നീട് ചന്ദ്ര ജയിലിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര കൊതുവും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചന്ദ്രയ്ക്ക്. അതേസമയം വൈകുന്നേരം ആയപ്പോൾ ആ പോലീസുകാരി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതെന്താണ് എന്ന് ചോദിക്കണത്, ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ് ചോദിച്ചു. ഈ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല, ഇതെനിക്ക് വേണ്ട, ഇത് നീ വേണമെങ്കിൽ പോയി കഴിച്ചോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്താണ് ചോദിച്ചിട്ട് അച്ചു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ.
അപ്പോൾ പറയും, എനിക്ക് ഈ ഭക്ഷണം എനിക്ക് വേണ്ട, ഞാൻ അവിടെ എന്താ കഴിക്കുക എന്നുള്ളത് നിനക്കറിയില്ലേ, ഞാൻ ചിക്കനും മട്ടനും ഒക്കെ അല്ലേ കഴിക്കുക, നീ ആ ഫോൺ നിങ്ങൾ തായോ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴും അച്ചു പറയും, ഇതേ ഇവിടെ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഫോൺ തരാനോ സംസാരിക്കാനോ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാനോ ഒന്നിനും പറ്റില്ല. ഇവിടെയുള്ള ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലാതെ ഫോണും ഒന്നും തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ചന്ദ്ര ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയാണ്.